ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞ അമ്മൂമ്മക്കഥയോ ആരെങ്കിലും എഴുതി വെച്ച ആ എഴുത്തുകളോ ആരെങ്കിലും ഭാവനയിൽ കണ്ട ഒരു ഭാവനയോ ഒന്നുമല്ല, മറിച്ച് ലോക ചരിത്രം ഒരുപോലെ ആനകളിൽ അഭിനിവേശം കൊള്ളുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ആരാധിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് തിങ്ങി തിങ്ങുന്ന ആരാധന മനോഭാവത്തോടുകൂടെ ഏറ്റെടുക്കാൻ കഴിയുന്ന സമുന്നതമായ ശ്രേഷ്ഠമായ അതിമനോഹരമായ ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ആ ക്രൂശീകരണവും അതിനപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രവും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സവിസ്താരമായ നിലയിലൊന്നും വിസ്തരിക്കുവാൻ ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ലെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത്? നമുക്കറിയാം, ഈ ലോകത്തിൽ ജനിച്ച സകല ആളുകളും മരിക്കും. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിലൂടെ അല്ലാതെ ആർക്കും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ കഴിയത്തില്ല. ജനിച്ചിട്ടുണ്ടോ മരണം നിശ്ചയമാണ്. ജനനം മരണം എന്ന് പറയുന്ന മൂന്നക്ഷരത്തെ കൊണ്ടുവരികയാണ്. ജീവിതത്തിൽ അതിനിടയിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അതും മൂന്നക്ഷരമാണ്. ജനനം മൂന്നക്ഷരം, ജീവിതം മൂന്നക്ഷരം, അതിനവസാനം മരണം മൂന്നക്ഷരം. ഇതിനിടയിലാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ജനിച്ചവരെല്ലാം മരിക്കും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണം എങ്ങനെ ഉണ്ടായി പറയാം. വിശുദ്ധ ബൈബിൾ അസുരക്തമായി പ്രഖ്യാപിക്കുന്നു, മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ്. പാപമാ മരണത്തെ വിളിച്ചു വരുത്തിയത്. പാപത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചത്. മരണം എന്ന് പറയുമ്പോൾ കേവലം ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരമായ മനുഷ്യന്റെ ആത്മാവ് ഒരു ദിവസം ഇവിടെ നിന്ന് പോയി മറയുന്നതിന് മാത്രമല്ല മരണം എന്ന് പറയുന്നത്. മരണം എന്ന് പറയുന്ന മൂന്ന് പദങ്ങൾ പ്രത്യേക വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, മനുഷ്യന് ഭവിച്ച മരണം ഏതാണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആ ശേഷം മരണം അതിന്റെ തനതായ നിലയിൽ മനുഷ്യനിൽ കടന്നു. എന്നാൽ അവന്റെ ജീവൻ നഷ്ടമായില്ല. പിന്നെ എങ്ങനെയാ മരിച്ചത്? ദൈവ സാന്നിധ്യം വിട്ട് മനുഷ്യൻ പാപത്തിലേക്ക് കുപ്പുകുത്തി. അതാണ് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ മരണം. അതിന് ആത്മീയ മരണമെന്ന് നമുക്ക് പേര് വിളിക്കാം. മനുഷ്യന് സംഭവിച്ച ഒന്നാമത്തെ മരണം അവന്റെ പുറമേയുള്ള ശരീരത്തിന്റെ മരണമല്ല, പിന്നെയോ പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മീക മരണമാണ് മനുഷ്യന് സംഭവിച്ചത്. അത് ഏതൻ തോട്ടത്തിൽ ദൈവ ശബ്ദത്തിനപ്പുറത്ത് പിശാചിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് അവന്റെ വാക്കുകളെ അനുസരിച്ചത് മൂലം അന്ന് തുടങ്ങി ആ സകല മനുഷ്യരിലും ഒരുപോലെ വ്യാപരിക്കുന്ന ഒന്നാണ് ആത്മീയ മരണം. ആത്മാവിൽ ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നു, ദൈവത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നു, ദൈവ തേജസ് നഷ്ടമാകുന്നു. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിന്ന് നാം ഇങ്ങനെ വായിക്കുന്നു, പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം എല്ലാ ആടുകളെ പോലെ തെറ്റിപ്പോയി. എല്ലാ മനുഷ്യരും പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയതിനെ ഒന്നാമത്തെ മരണമായി ബൈബിൾ വിവക്ഷിക്കുന്നു. അതിനെ ആത്മീയ മരണം എന്ന് പറയാം. രണ്ടാമതുണ്ടാകുന്ന മരണമാണ് ശാരീരിക മരണം. അത് 60, 70, 80 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം നാം എല്ലാം വിട പറയേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം, അത്രയൊന്നും പ്രായമാകണ്ട. കഴിഞ്ഞ ദിവസം 56 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. 56 വയസ്സ് ചെറുപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. ഏതായാലും പ്രായമൊന്നും ആകുവാൻ 96, 100, 120 ഒന്നും ആകാൻ ഇപ്പൊ നോക്കുന്നില്ല. മനുഷ്യൻ പൊടുന്നനവെ മാറ്റപ്പെടുകയാണ്. പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, പെട്ടെന്നൊരു രോഗം വന്നു, മനുഷ്യൻ മാറിപ്പോകുന്നു. അതെന്താ സംഭവിക്കുന്നത്? ഈ മൺകൂടാരമാകുന്ന ശരീരത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നു പോകുന്നു. ഈ മൺകൂട് അഥവാ ഈ ശരീരം മണ്ണിലേക്ക് ചേരുന്നു. ഇതിനാണ് മരണമെന്ന് വിവക്ഷിക്കുന്നത്.
പ്രവേശിക്കുന്നത്. മൂന്നാമതൊരു മരണം കൂടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, നിത്യമരണം. നിത്യമരണം അത് പാപം ചെയ്ത മാനവജാതിയെ ദൈവമായ കർത്താവ് മുഖാന്തരം രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനെ ഇഹലോകത്തിലേക്ക് ദൈവം അയച്ചു. എന്നാൽ ആ യേശുവിനെ വിശ്വസിക്കാതെ പാപമേറ്റ് പറയാതെ യഥാർത്ഥമായി ദൈവമകനായി തീരാൻ കഴിയാതെ ഇന്നും പാപത്തിന്റെ കുക്ഷിയിലും അതിന്റെ ശക്തിയിലും അതിന്റെ ഘനീഭവിച്ച ഇടപാടുകളിലും കുടുങ്ങി ഇന്നും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ ചരിച്ച് പാപം ചെയ്ത് പാപത്തിൽ അവസാനിക്കുന്ന വ്യക്തികൾ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണം അഥവാ ന്യായവിധിയിലേക്ക് പോകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ന്യായവിധിയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹ ഓർപ്പിച്ചിട്ടുണ്ട്. ഈ ന്യായവിധി എന്ന് പറയുന്നത് ഒരു വലിയ തീ നരകമാണ്. പാപം ചെയ്ത് ദോഷം ചെയ്ത് ആരുടെയും മുമ്പിൽ പട്ടാപ്പകൽ മാന്യനായിരിക്കാം, പക്ഷേ ആരും അറിയാത്ത ഒത്തിരി തെറ്റുകൾ ചെയ്തു കൂട്ടി മനുഷ്യ നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവം ശിക്ഷ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പാപത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ കാട്ടിയതും കാട്ടിക്കൂട്ടിയതും നിന്റെ ക്രയവിക്രയങ്ങളും നിന്റെ ജീവിത ക്ഷണികളും സഹോദരനെ കൊന്നതും അല്ല സഹോദരനെതിരെ നീ പറഞ്ഞതും അന്യനെതിരെ നീ പ്രവർത്തിച്ചതുമില്ല ദൈവം നിന്റെ മുൻപിൽ കൊണ്ടുവന്ന ഒരു ദിവസം നിന്നെ ന്യായം വിധിച്ച് ആ അഗ്നി നരകത്തിലേക്ക് തള്ളുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് 3 വിധത്തിലുള്ള മരണങ്ങൾ കുറഞ്ഞത് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇനിയുമുണ്ട്. മരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പല ആത്മീയ ചിന്തകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്. മരണത്തിന് വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ കരാങ്കുലികങ്ങൾക്കൊണ്ടാണ്. തന്റെ ആത്മാവിനെ മനുഷ്യനിൽ പ്രവേശിപ്പിച്ചു. അവൻ ജീവനുള്ള ദേഹിയായി ജീവനോടെ ദൈവത്തിന്റെ ആയുഷോടെ നിഷ്കന്മഷ യുഗത്തിൽ ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ പാപം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റി. അത് മരണത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അത് തീരാ ശാപത്തിലേക്ക് അവനെ നയിച്ചു. അത് മുഖാന്തരം രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇന്നിന്റെ ലോകത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പാപമാണ്. അതിനെക്കുറിച്ച് സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. പാപം മുഖാന്തരം വന്നു ചേർന്ന ഈ പ്രകൃതി തന്നെ മാറിപ്പോയി. മനുഷ്യന് ദൈവം തന്റെ തേജസ് കൊണ്ട് ഉടുപ്പിച്ചത് നഷ്ടപ്പെട്ടു. ദൈവം അവനെ പാർപ്പിച്ച ഏതേനി അനുഭവം നഷ്ടപ്പെട്ടു. മുഴുവൻ പറക്കാരെയും കിടക്കുന്ന ശാപഭൂമിയിൽ അവൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നും ദൈവത്തിന് കൈകൊടുത്ത് ദൈവമേ എന്ന് വിളിച്ച്, സ്നേഹമേ എന്ന് വിളിച്ച്, ആദാമേ എന്ന് വിളിച്ച്, മനുഷ്യ എന്ന് വിളിച്ച് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ആ ബന്ധം, ഊഷ്മളമായ ബന്ധം പോലും നഷ്ടപ്പെട്ടു. പാപം അതിന് വിളവ് വരുത്തി. അത് മരണത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ എന്താ മാർഗം? അതല്ലേ മതങ്ങളെല്ലാം ഊന്നി വില കൊടുത്ത് ചിന്തിക്കുന്നത്. മനുഷ്യനെ വിടുവിക്കാൻ എന്താ മാർഗം? സകല മതങ്ങളും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഞങ്ങൾ പറയട്ടെ, മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാനും വിടുവിക്കുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് വന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ക്രിസ്തു മുഴുവനായി വഹിച്ചതിന്റെ കാരണം താൻ പാപിയായിട്ടല്ല. യേശുവിന്റെ ജനനം ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിൽ ആരും ഇതുപോലെ ജനിച്ചിട്ടില്ല. ലോകത്തിൽ പുരുഷന്റെ സന്താനങ്ങളാണ്. പുരുഷ സ്പർശനം കൂടാതെ ഇവിടെ ഒരു ജനനം നടന്നിട്ടില്ല. എന്നാൽ സ്ത്രീ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യകയാകുന്ന പാത്രത്തിൽ ദൈവവചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിൽ ഇഹലോകത്തിലേക്ക് ജഡമായതാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞത്, അന്ധതം സ്വേജതം ഭൂമിജം, ഇങ്ങനെ ഈ നിലകളിലുള്ള അനവധി ജനനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ യേശുവിൻ മാത്രം ആത്മജനായിരുന്നു. ആത്മാവിൽ ജനിച്ചു വീണ, പാപമേശാതെ പിറന്നു വീണ ഒരേ ഒരുവനെ ചരിത്രത്തിലുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം ശക്തമായി പ്രസംഗിക്കുന്നത്. മാനുഷിക പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ഈ ലോകത്തിൽ ജനിച്ചു വീണവരെല്ലാം പാപികളുടെ മക്കൾ എന്നും പാപികളെന്നും ഒരുപോലെ രണ്ട് കരങ്ങളും ഉയർത്തി സമ്മതിക്കുമ്പോൾ പാപോഹം പാപകർമ്മോഹം പാപാത്മ പാപസംഭവ ഗുണ്ടരികാക്ഷ സർവയജ്ഞേ ശരോഹരി എന്ന് വിളിച്ചു പറഞ്ഞു ദൈവത്തോടെ ഭാവിയാണ്. പാപത്തിന്റെ ആത്മാവോട് കൂടിയവനാണ്. പാപം എന്റെ ആഴത്തിൽ എന്റെ ശരീരത്തിൽ ബാധിച്ചു
വായിച്ചിരിക്കുന്നു, അല്ലയോ സകലയാഗങ്ങളുടെയും സകല വിടുതലിന്റെയും നിർമ്മാതാവായ ദൈവമേ, എന്നെ താളനം ചെയ്താലും എന്ന് വിളിച്ച് 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 ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആധാമ്യ കുലത്തെ, മനുഷ്യവർഗത്തെ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയണം? അസതോമാം സദ്ഗമയ, തമസോമാം ജ്യോതിർഗമയ, മൃത്യുമാം അമൃതംഗമയ. ഞാൻ ഇരുട്ടിലാണ്, ദൈവമേ എന്നെ വെളിച്ചത്തിലാക്കണമേ. ഞാൻ മരണത്തിലാണ്, ദൈവമേ എന്നെ ജീവനിലാക്കണമേ. ഞാൻ തകർച്ചയിലാണ്, ഞാൻ സ്തോത്രമാ നിലകളിലുള്ള പ്രതിസന്ധിയിലാണ്, ദൈവമേ എന്നെ വിടുവിക്കണമേ എന്ന് വിളിച്ചു പറയുന്ന മനുഷ്യന്റെ ശബ്ദം. ആർഷഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷി വര്യന്മാർ പ്രാർത്ഥനാന മന്ത്രത്തിൽ കൈക്കൊമ്പിളിൽ ഒരു പിടി വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ അവരിങ്ങനെ പറയുമായിരുന്നു, അസതോമാം സദ്ഗമയ എന്ന് പറഞ്ഞാൽ എന്നെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നടത്തണമേ. തമസോമാം ജ്യോതിർഗമയ, ഞാൻ ഇരുട്ടിലാണ്, ദൈവമേ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ഈ നിലകളിൽ മനുഷ്യന്റെ അകത്ത് കുടികൊണ്ട പാപവും അതിൻ്റെതായിരിക്കുന്ന ശാപത്തിനേറ്റ ന്യായവിധിയായ മരണവും മാനവജാതിയെ മുഴുവൻ ഒഴുക്കിക്കളയുകയാണ്. മനുഷ്യവർഗത്തിന് മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരത്തിന് വേണ്ടി ഇവിടെ മതങ്ങളും മനുഷ്യരും പലതും കാട്ടിക്കൂട്ടി, പാപപരിഹാരത്തിന് വേണ്ടി പലതും ചെയ്തു കൂട്ടി. എന്തൊക്കെ ചെയ്താലും മനുഷ്യന് പാപത്തിന് പരിഹാരമാകുന്നില്ല. കാരണം പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ കുളത്തിൽ വീണെന്ന് നീക്കട്ടെ, അവന് നീന്തലറിയയില്ല. അവനിങ്ങനെ കിടന്ന് കയ്യും കാലും വിട്ടടിക്കുക. കരയിൽ നിൽക്കുന്ന ആളുകൾ പറയാം, അങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിക്കുക, കാലിട്ടടിക്കുക, കൈയിട്ടടിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. കാരണം നീന്തലറിയത്തില്ല. ഇവൻ കുളത്തിൽ കിടന്ന് ആകപ്പാടെ താഴാൻ തുടങ്ങുമ്പോൾ ഫിലിസ്തീനായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് കൈ കൊടുത്ത് അവനെ കരം പിടിച്ച് കയറ്റുക. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. ഇതുപോലെ പാപത്തിന്റെ നീന്തൽക്കുളത്തിൽ മാനവജാതിയ നീലക്കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവൻ ഈ ലോകവും ഇവിടെയുള്ള ഗതിവിഗതികളും ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ മതങ്ങളും മതബോധനങ്ങളും ഇവിടുത്തെ കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും പറഞ്ഞു, ഇന്നത് ചെയ്യ്, ഇന്നത് കൊടുക്ക്, അങ്ങനെ ചെയ്യ്, കയ്യും കാലും വിട്ടടിക്ക്, താഴത്തില്ല, നീ ഉയരുകയും. പക്ഷേ സംഭവിച്ചതെന്താ? മരണം മനുഷ്യനെ എന്ത് ചെയ്യുക? ആ കാലത്തിന്റെ നീലക്കയത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബലിഷ്ഠമായ കരത്തോടെ ഒരുവൻ ഇറങ്ങി വന്ന് ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും പോലെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരേ ഒരുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞങ്ങൾ പറയട്ടെ, യേശു എന്തിനു ജനിച്ചു? ഈ ദുഃഖവെള്ളിയാഴ്ച യേശു നിന്റെ മരണം കൊണ്ടാടുന്ന ക്രൈസ്തവ ലോകമേ, ഞങ്ങൾ പറയട്ടെ, എന്തിനാണ് യേശു മരിച്ചത്? മരിക്കുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും കുറ്റം ചെയ്തു? 5 കോടതിയിൽ യേശുവിനെ 7 പ്രാവശ്യം വിധിച്ചു. ഹന്നാവ് വിധിച്ചു, കയ്യഫാവ് വിധിച്ചു, ഹേരോദാവ് വിധിച്ചു, പീലാത്തോസ് വിധിച്ചു, സന്നിധിയും സംഘം വിധിച്ചു. എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ നിലകളിലുള്ള വിസ്താരവും വിധിയും ആമേൽ ഒരു രാത്രി മുഴുവൻ ആമേൽ യേശുവിനെ വിസ്തരിച്ചു. പക്ഷേ അവരെല്ലാം ഒരുപോലെ പറഞ്ഞു, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. അന്നത്തെ ന്യായാധിപ സംഘവും പരീശന്മാരും പുരോഹിതന്മാരും മൂപ്പന്മാരും ഒരുപോലെ 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 വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അവൻ ഞങ്ങളുടെ മതത്തിനെതിരെ നിന്നവനാണ്. അവൻ ഞങ്ങളുടെ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞവനാണ്. 3 നാൾ കൊണ്ട് പള്ളി പണിയുമെന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് അവനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവൻ യഹൂദന്മാരുടെ രാജാവാണ്. പീലാത്തോസ് പറഞ്ഞു, ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം പറഞ്ഞു, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ സാധാരണ ഉത്സവങ്ങളിലൂടെ ആളെ വിടുവിക്കാറില്ലേ? ഇതാ യേശുവിനെ വിടുവിക്കൂ. യേശുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊരു ഉത്സവ ദിവസമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ രക്ഷിക്കുവാനുള്ള ഒരവസരം കൂടെ പീലാത്തോസ് ഒരുക്കി കൊടുത്തു. അവര് പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. അന്ന് വരെ കള്ളവും കൊള്ളയും കൊല്ലുവെപ്പും നടത്തിയ ബറബ്ബാസിനെ, ആമേൻ, ബറബ്ബാസിനെ തന്നെ ആമേൻ അവനെ രക്ഷിക്കുവാൻ ഒരുങ്ങി. ബറബ്ബാസിനെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു സംഘം ആളുകൾ. എന്റെ യേശു ഒരു തെറ്റും ചെയ്യാത്ത. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തെറ്റും ചെയ്തു? ആമേൻ, ആ സത്യമെന്നാൽ എന്ത് എന്നൊക്കെ പല ചോദ്യങ്ങൾ. ഇതിനെല്ലാം മറുപടിയായി യേശു ക്രിസ്തു പറഞ്ഞു,
വാസ്തവമായി യേശുവിന്റെ ശബ്ദമോടെ മുഴങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ ആമേൻ ആ ശബ്ദം ഇങ്ങനെയാണ് മുഴങ്ങിയത്. അവൻ ദൈവപുത്രൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ദിവസം വരുവാൻ പോകുകയാണ്. ഒരു ദിവസം യേശു ആമേൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും പഞ്ചമുച്ച മുടക്കി പീലാത്തോസ് അത് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ പകലിന്റെ വേള ഇന്ന് ക്രൈസ്തവ ലോകം കൊണ്ടാടുമ്പോൾ രാവിലെ 9 മണി മുതൽ 6 മണി മുതൽ 9 മണി വരെ, 6 മണി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ സമയക്രമം നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ 6 മണിയാണ്. ആമേൻ, അവരുടെ 1 മണി എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഒരു കാര്യം സത്യമാ, 3 നീണ്ട മണിക്കൂറുകൾ ആമേൻ വ്യതകളും വേദനകളും കഷ്ടങ്ങളും സഹിച്ച് ഒരു പച്ച പൈമര കുരിശും ചുമന്നുകൊണ്ട് കോഴിക്കോട്ടായുടെ തെരുവീതിയിലൂടെ കാൽവഴിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആമേൻ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒരുപോലെ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് അനുഗ്രഹിച്ച യേശുവല്ലയോ ഇത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ യേശുവല്ലയോ ഇത്? ഇവൻ എന്ത് തെറ്റ് ചെയ്തു? അയ്യോ, മാറത്തടിച്ചുകൊണ്ട് അനേകർ ഓടിയെടുക്കുക. എന്റെ യേശുവിനെ പുറത്തുമൂത്ത സ്തോത്രം ആ ചമ്മട്ടി കൊണ്ട് റോമൻ പരീക്ഷകൾ പടയാളികൾ അടിച്ചു തീർന്നാൽ അവന്റെ പുറം അവർ ഉഴവിലാലുപോലെ ഒഴിവാനിടയായി. അവന്റെ മുഖത്ത് നാണയത്തുട്ടുകൾ വെച്ച് അവന്റെ മുഖത്ത് രോഗം വലിച്ചു മറിച്ചു. എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനെ ക്രൂശിക്കുവാൻ ഒരു പച്ച പൈമര കുരിശുമായി ഗോൽഗോഥായുടെ തെരുവീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തലയോടിയിടം എന്നർത്ഥമുള്ള ആ സ്ഥലത്തേക്ക് എഫഥാ എന്ന് പറയുന്ന വഴിയിലൂടെ തലയോടികൾ അടുക്കി വെച്ചിരിക്കുന്ന ഇടത്തേക്ക് ആ ക്രൂശുമായി കടന്നു പോകുമ്പോൾ എന്റെ യേശുവിന്റെ ജൈത്രയാത്ര ആളുകൾ ഓടിക്കൂടി. അവിടെ കൂടിയ പടയാളികൾ അവനെ പരിഹസിച്ചു, പരീക്ഷന്മാർ അവനെ പരിഹസിച്ചു. അവിടെ കൂടിയ ആളുകൾ ഒരുപോലെ പറഞ്ഞു, അയ്യോ അയ്യോ അവരെ ക്രൂശിക്കാം. പക്ഷെ എന്താ സംഭവിച്ചത്? ആമേൻ, മലയുടെ നെറുകയിലേക്ക് കൊണ്ടുവന്ന ഒരു പച്ച പൈമര കുരിശിൽ മലർത്തി കിടത്തി അവൻ യേശുവിനെ അവരെന്ത് ചെയ്തു? കൈകളിലും കാലുകളിലും കോർത്തുമൂർത്ത ഇരുമ്പാണികൾ ആഞ്ഞടിച്ചു. പാറയിൽ വെട്ടിയൊരു കുടിയിലേക്ക് ആ യൗവന ശരീരം വലിച്ചെറിയുമ്പോൾ 33.5 വയസ്സുള്ള യൗവന ശരീരം, പറയട്ടെ, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ഏതാണ്ട് മലാക്കി പ്രവചനം വരെയും യേശുവിന്റെ കാൽവറി മരണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച 33 പ്രവചനങ്ങൾ ഒരുപോലെ നിറവേറിയ ദിവസമാണ്. സമയമില്ലാത്തതുകൊണ്ട് അത് മുഴുവൻ പറയാൻ പറ്റത്തില്ല. ഒരു വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിച്ച ദിവസം 33 പ്രവചനങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് നിറവേറിയ ദിവസമാണ് യേശുവിന്റെ കാൽവറി മരണം. അവന്റെ മുഖം ആമേൻ അവര് തുപ്പി, അവന്റെ പുറം മുഴുവൻ പോലെ ഉഴുതു, അവന്റെ തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം വെച്ചു. മുള്ളെന്ന് പറയുന്നത് പാപത്തിന്റെ ശാപമാണ് മുള്ള. എന്റെ യേശുവിന്റെ തലയിൽ അവരാജടിച്ചു. അവന്റെ തോളിലേക്ക് ഈ പച്ച പൈമര കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥായുടെ നെറുവിലേക്ക് കടന്നു പോകുന്ന യേശുവിനെ കാണൂ. ക്രൈസ്തവ സ്നേഹിത, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സ്നേഹിത, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ കാൽവറിയിലെ ജൈത്രയാത്ര ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു മനുഷ്യനുള്ളത് വീണ്ടും എഴുന്നേറ്റ് ശരീരം മുഴുവൻ നണമണിഞ്ഞവനായി, രക്തം ധാരധാരയായി വമിക്കുന്നവനായി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവർഗത്തിന്റെ മരണത്തിൽ അവനെ വീണ്ടെടുക്കുവാൻ, അവന് വിടുതൽ നൽകുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു മാർഗം ചരിത്രത്തിന്റെ നടുവിൽ അവൻ വഴിതെളിച്ച് നൽകേണ്ടതിന് ദൈവമായി ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു മാനവർഗത്തിന്റെ മുഴുവൻ പാപവും തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് യഥാസമന മുതൽ കാൽവറി വരെ വീടും എഴുന്നേറ്റും പീലാത്തോസിന്റെ പ്രിറ്റോറിയം മുതൽ കാൽവറുള്ള ഇരുമുതൽ വരെ നടന്നു പോകുന്ന കാഴ്ച ഒരു പാട്ടുകാരൻ പാടുന്നിങ്ങനെയാണ്: കുരിശും നിജത്തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി, കുരിശും നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി, അവനീശസുതൻ ബഹുമോന്നതനാം, അവനീശ്വരനിൽ ബഹുവന്ദിതനാം, അവനീ വിധമേഴു സമുന്നമുഴങ്ങ
നതു കാണീ പാപികളാ നരർക്കായി അവനീ വിധമേഴ സമുന്നമുഴന്നതു കാണീ പാപികളാ നരർക്കായി. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമേ ഞങ്ങൾ പറയട്ടെ, ഇന്നത്തെ ദിവസം യേശുവിന്റെ കാൽവരിയെ നിങ്ങൾ കൊണ്ടാടുമ്പോൾ മാനവവർഗത്തിന്റെ രക്ഷയ്ക്കും വിടുതലിനും സമാധാനത്തിനും വേണ്ടി പച്ച പൈമരക്കുരിശും ചുമന്നുകൊണ്ട് പാപത്തിന്റെ ശാപമായ മരണം തന്നെ വഹിച്ചുകൊണ്ട് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം യേശു ചെയ്തില്ല, പാപം അറിഞ്ഞിട്ടില്ല, പാപം തീണ്ടിയിട്ടില്ല. യേശു ഒരിക്കൽ ചോദിച്ചു, ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ആരുമില്ല. പരീക്ഷന്മാര് പോലും പഞ്ചപുച്ഛ മടക്കി നിന്ന സന്ദർഭം ആർക്കും ഒരു മറുപടിയില്ല. അവനെ പിടിക്കാൻ വന്നവര് പോലും മടങ്ങിക്കടന്നുപോയി. എത്രയോ സന്ദർഭങ്ങൾ, എത്രയോ സാഹചര്യങ്ങൾ. എന്നാൽ അവസാനം യേശു പിടികൊടുത്തു. എന്തിനാണെന്നറിയാമോ? മാനവവർഗത്തിന്റെ പാപത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു. ആ യൂദ എന്റെ കർത്താവിനെ ഊറ്റിക്കൊടുക്കുവാൻ വന്നപ്പോൾ എന്റെ കർത്താവ് ഒരു പദം പറഞ്ഞു, ഒരു ദൂതം വന്നാ മതി, നിങ്ങൾക്കാർക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ തൊടാൻ കഴിയത്തില്ല. പക്ഷേ ഇപ്പോഴെന്റെ നാഴികയാണ്, ഇരുളിന്റെ നാഴികയാണ്, മരണത്തിന്റെ നാഴികയാണ്, പാപത്തിന്റെ മേൽ ജയമളിക്കേണ്ട നാഴികയാണ്. അതുകൊണ്ട് തന്നെ ആ തന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ആ സെക്കൻഡിൽ തന്നെ എത്രയോ പേര് അവിടെ പിടഞ്ഞു വീണു. ആ സെക്കൻഡിൽ തന്നെ എന്തൊക്കെ അവിടെ സംഭവം നടന്നു നമുക്കറിയാം. എന്റെ കർത്താവിന്റെ ആ ശക്തി, അവന്റെ ആ കൃപ, ആമേൻ വ്യാപരിച്ചതായ അനുഭവങ്ങളൊക്കെ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ആ കാൽവരി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാളിമേൽ പിടഞ്ഞു മരിക്കുമ്പോൾ, സ്നേഹിത, നിന്റെ കൈ കൊണ്ട് പാപം ചെയ്തതിന്റെ ഫലമായി യേശുവിന്റെ കൈകളിൽ കോർത്തുമോർത്ത് ഇരുമ്പാടി ആഞ്ഞടിച്ചു. നിന്റെ കാലുകൊണ്ട് പാപത്തിനു വേണ്ടി ഓടിയതിന്റെ ഫലമായി എന്റെ യേശുവിന്റെ കാലുകളിൽ ആണി ആഞ്ഞടിച്ചു. നിന്റെ തല കൊണ്ട് പാപത്തിന് വേണ്ടി ചിന്തിച്ചതിന്റെ ഫലമായി എന്റെ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. നിന്റെ ചങ്ക് കൊണ്ട് പാപത്തിന് വേണ്ടി നീ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ ചങ്ക് കുത്തി തുറന്നു. എന്റെ കർത്താവിനെ കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ പിടഞ്ഞ് മരിക്കുമ്പോൾ സംഭവിച്ചത് പറയാം. അവൻ പാറകൾ പിളർന്നു. അവൻ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു കാൽവരിയിൽ തകരുമ്പോൾ ഇവിടുത്തെ പാറകൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. പാറ പോലെ ഇരുന്ന പാറകൾ മുഴുവൻ പിളർന്നു, കല്ലറകൾ തുറന്നു. ആ മന്ദിരത്തിന്റെ തിരിശീല നടുവേ ചീന്തി എത്രയോ മഹത് സംഭവങ്ങൾ നടന്നു. ഞാൻ പറയാം, എന്റെ കർത്താവ് സ്വന്തം തൊഴിൽമേൽ തലയാഴ്ച തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവർ ചെയ്യുന്നത് ഇന്നറിയായിവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാനവജാതിക്ക് വേണ്ടി സ്വർഗത്തിനും ഭൂമിക്ക് നടുവിൽ പിതാവിനും ആമേൻ ഈ ലോകത്തിനും നടുവിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ ഇതാ രക്ഷകനായ കർത്താവ് പാപപരിഹാരത്തിന്റെ ആമേൻ മരണമേറ്റെടുത്തു, മരണം ആസ്വദിച്ചു എന്ന എബ്രായനും വാക്യങ്ങളൊക്കെ എടുത്തു വായിച്ച് പറയാൻ ഞങ്ങളുടെ മുമ്പിൽ സമയമില്ല. യേശു അവൻ മക്കളും ജനരക്തങ്ങളാകൊണ്ട് അവനും അവരെ പോലെ തന്നെ ജനരക്തമുള്ളവനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ അവരെ പോലെ തന്നെ ജീവിച്ച്, അവരെ പോലെ തന്നെ ആമേൻ കഷ്ടങ്ങൾ അനുഭവിച്ച്, വേദന അനുഭവിച്ച് മരണത്തെ ആസ്വദിച്ചു. ആ ക്രൂശിന്മേൽ മരണത്തിന്റെ മരണമണി മുഴങ്ങിയായിരുന്നു. പിശാച് വിചാരിച്ചു ഇവിടെ കൊണ്ടെല്ലാം തീർന്നു. പക്ഷേ മരണമേ പറഞ്ഞുകൊണ്ട് 3 ദിവസം കല്ലറയെ ഭരിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മാനവജാതിയെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് പാപത്തിന്റെ മേൽ നിനക്കൊരു ജയം തന്നുകൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ ഇതാ എന്നും ജീവിക്കുന്നു. ആ യേശു നിന്റെ കുടുംബത്തിലുണ്ടോ? ഇന്നും മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും നീ അടിമയാണോ? പാപ സ്വഭാവങ്ങൾ, അതിൻ്റെതായിരിക്കുന്ന വൈകല്യങ്ങൾ, അതിൻ്റെതായ പകർച്ചകൾ ഇന്നും അനുഭവിക്കുന്ന വ്യക്തിജീവിതമേ, പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഈ പ്രത്യേക ദിനം, പ്രത്യേകിച്ച് യേശുവിന്റെ കാൽവരി മരണത്തെ ഓർക്കുന്ന ദിനം, നിന്റെ പാപം പരിഹരിക്കപ്പെടുന്ന ദിനമാ. നിനക്ക് വേണ്ടി മരിച്ച യേശു നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന ദിനമാ, അല്ല നിന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ദിനമാ. ഒരു നിമിഷം യേശുവിനെ സ്വീകരിക്കുമോ? പാപങ്ങളെ ഏറ്റുപറയുമോ? ദൈവത്തിന്റെ മകനായി തീരുമോ? യേശുവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട. യേശുവേ പാപിയാണ്, അങ്ങോട്ട് പരിശുദ്ധ പാപപീഠത്തിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നുറുങ്ങിയ ഹൃദയത്തോടെ സത്യകുംഭസാരത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വരിക.
യേശു നിന്റെ പാപങ്ങളെ പരിഹരിക്കും. എന്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരൻ ഒരു വലിയ മദ്യപാനിയായിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു, അവന്റെ ജീവിതം തകർന്നതായിരുന്നു. എന്നാൽ യേശു അവനെ രക്ഷിച്ചു. ഈ ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ജീവിതത്തെ യേശു മാറ്റം വരുത്തി. ഈ സത്യം ഈ ദേശമേ നിങ്ങൾ അറിയുക. ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾക്കൊരു ഗുഡ് ഫ്രൈഡേ ആയി മാറട്ടെ. നിങ്ങളുടെ ജീവിതം നന്നായി വരട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു സത്യകുമ്പസാരം ചെയ്യുമോ, ഏറ്റുപറയുമോ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.